അറിയാതെ ബൈപ്പാസ് റോഡ് അടച്ചിട്ടതിന്റെ ഫലമായിട്ട് അവിടെയൊന്നും പിന്നെ ആളുകൾക്ക് അറിയില്ല. മുൻകൂട്ടി വിവരം കൊടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ ഒരു വാർത്താ പച്ചവെളിച്ചം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ഇടയിൽ വലിയ രോഷമുണ്ട്. ഇതിലൂടെ യാത്ര ദുർഘടം ആണ് എന്നതൊക്കെ മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ആരോടും പറയാതെ പിന്നെ ഈ റോഡ് അന്നേരം രാത്രി അധികം ഭാഗമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ പാച്ച് വർക്ക് നടത്തി. ആ പാച്ച് വർക്ക് നടത്തിയതിൻ്റെ കാര്യം ലൈവ് സഹിതം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞാൽ ജനങ്ങളോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടേ, ആൾക്കറിയില്ലല്ലോ. അതുപോലെ തന്നെ പെരുമ്പയുടെ ഭാഗത്ത് എൻട്രൻസിൽ അവർ പിന്നെ വെച്ച് തടഞ്ഞില്ല. അതുകൊണ്ട് ജനങ്ങൾക്കറിയില്ല. ജനങ്ങളിങ്ങനെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ വരികയാണ്. കണ്ടില്ലേ നിങ്ങൾ, ജനങ്ങളിങ്ങനെ വണ്ടി എടുത്ത് വരികയാണ്. അവർക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാത്തത് കൊണ്ട് ഇവിടെ വരുന്ന സമയത്താണ് അറിയുന്നത് ഇതൊക്കെ അടച്ചിട്ടുണ്ട്, ഇത് പോകാൻ വഴിയില്ല. അതുകൊണ്ട് പല ഭാഗത്തും ഇതൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് കോവിഡ് കാലഘട്ടത്തിൽ അടച്ചതുപോലെയാണ് ഇവരുടെ അടവൊക്കെ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പാടില്ല. കണ്ടില്ലേ, ഇത് നഗരസഭയുടെ മുന്നിലുള്ള റോഡാണ്. ഈ റോഡും അവിടെ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞാൽ ഇങ്ങോട്ടും വരാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ വലിയ ദുരിതത്തിലാക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രധാന ഉത്തരവാദിത്വം നമ്മുടെ പിന്നെ നഗരസഭയ്ക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ മഴ വരുന്നതിന് മുമ്പ് തന്നെ ഈ റോഡ് ഗതാഗത യോഗ്യമല്ല എന്ന കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതൊന്നും പണിയെടുക്കാൻ വേണ്ടി അവർ തയ്യാറായിട്ടില്ല. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പച്ച വെളിച്ചത്തിന് മിനിയാന്ന് ലൈവായിട്ട് ശക്തമായിട്ട് ഈ വിഷയം പിന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടി വന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയാണ് ഇവർ ഈ പാച്ച് വർക്ക് നടത്തിയത്. എല്ലാ പാച്ച് വർക്കും പൊളിഞ്ഞിട്ടാണുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് രണ്ട് തരത്തിൽ ജനങ്ങളെ മുൻകൂട്ടി അറിയിക്കാതെ നടത്തിയ ഈ പണി കൊണ്ട് പിന്നെ ഇതിലൂടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഇരുചക്ര ഓട്ടോറിക്ഷക്കാർക്കൊക്കെ വലിയ പ്രയാസമുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ പാച്ച് വർക്ക് ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ നടത്തിയതിന്റെ ഫലമായിട്ട് വളരെയധികം പിന്നെ ധനനഷ്ടവും ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടത്തിയ രീതി നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ പാച്ച് വർക്കിലൂടെ വലിയൊരു സാമ്പത്തിക നഷ്ടവും നഗരസഭയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യവും പ്രേക്ഷകരോട് സൂചിപ്പിക്കാൻ വേണ്ടി പച്ചവെളിച്ച് തയ്യാറാവുകയാണ്. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ബന്ധപ്പെട്ടവർ തയ്യാറാവണം എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. അതുകൊണ്ട് അവിടെ വാഹനങ്ങളൊക്കെ അവിടെ ബ്ലോക്കായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി കാണാൻ വേണ്ടി ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്നാണ് പച്ചവെളിച്ചത്തിൽ പറയാനുള്ളത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ബന്ധപ്പെട്ടവർക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ നഗരസഭയുടെ ഇത്തരം തലതിരിഞ്ഞ നയത്തിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ ഉയർന്നു വരണം എന്നത് തന്നെയാണ് പച്ചവെളിച്ചത്തിന്റെ അഭിപ്രായം. അതിൽ ഒരു മുഖവും നോക്കാൻ വേണ്ടി പച്ചവെളിച്ചം തയ്യാറല്ല. അതോടൊപ്പം തന്നെ പ്രേക്ഷകരും നാട്ടുകാരും തയ്യാറാവാൻ വേണ്ടി പാടില്ല. നല്ലതിനെ നല്ലതായിട്ട് മോശത്തിനെ മോശമായിട്ട് പറയാൻ വേണ്ടി ഉള്ള ഒരു മാനവിക നില നമുക്ക് ഉണ്ടാകണം എന്നാണ് പ്രേക്ഷകരോടും നാട്ടുകാരോടും പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.